ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇപ്പോൾ എന്താണ് ഇൻട്രോ പറയുന്നതെന്ന് നിങ്ങൾ ഓർക്കും. നമ്മൾ പോകുന്ന വഴിക്ക് ഇൻട്രോ പറയാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് തൃശ്ശൂർ വരെ ഗുരുവായൂർ അമ്പലത്തിൽ വന്നതാണ് കേട്ടോ. അപ്പോൾ ഗുരുവായൂർ അമ്പലത്തിൻ്റെ അങ്ങോട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റാത്തതുകൊണ്ടാണ് നമ്മളത് എടുക്കാഞ്ഞത്. എടുക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു പാടമുണ്ട്. ഞങ്ങളിങ്ങനെ തിരിച്ചു പോകുന്ന വഴിക്ക് അങ്ങ് പോണ വഴിക്ക് കണ്ടതാണ്. നല്ല രസമുള്ളൊരു പാടമാണ്. നല്ല ഭംഗിയില്ലേ? ഇതെവിടെയാണെന്ന് എനിക്കറിയത്തില്ല. അപ്പോൾ നല്ല ഭംഗിയുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ മെട്രോയിലാണ് ഇരിക്കുന്നത്. നിങ്ങൾക്കറിയാമോ? ഞാൻ അവിടെ ഇരുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമായിരുന്നു. ഇതുകൊണ്ടോ, ഞാനാണെങ്കിൽ ഇവിടെ ഈ മെട്രോ സ്റ്റേഷനിൽ കയറിയപ്പോൾ മുതൽ ഇതിൻ്റെ സൈഡ് സീറ്റിൽ പോയി ഇരിക്കുകയാണ്. നല്ല രസമാണ്. അതിനിടയ്ക്ക് അച്ഛയമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട്. ഞാനും ഉണ്ട്, അച്ഛനും ഉണ്ട്, ചേട്ടനും ഉണ്ട്, ഞാനും ഉണ്ട്, എല്ലാവരും ഉണ്ട്. പിന്നെ ഇത് കണ്ടോ, ഇത് ഞാൻ മെട്രോയിൽ ഇരുന്ന് കാണുന്നതാണ് കേട്ടോ. മെട്രോയിൽ കയറിയ എൻ്റെ മെയിൻ പരിപാടിയാണ് ഇത് കാണുക. എപ്പൊക്കെ കണ്ടാലും ഞാനത് മടിക്കില്ല കേട്ടോ. എപ്പോഴും നോക്കിക്കൊണ്ടിരിക്കും. അതുകൊണ്ട് ബോറില്ല. ഇത് കണ്ടോ, നമ്മുടെ മുമ്പിൽ കൂടി വേറൊരു മെട്രോ പോകുന്നു. നമ്മുടെ സ്റ്റോപ്പിൽ നമ്മൾ നിർത്തിയിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുന്ന വഴിയാണ് കേട്ടോ ഇപ്പോൾ ഇത്. ഞാൻ അതിനിടയ്ക്ക് ഉറങ്ങണ കൂട്ട് കാണിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ നോക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായില്ലായിരുന്നു കേട്ടോ. ഞാൻ ചേട്ടായിനെ പറ്റിക്കാൻ വേണ്ടി വെറുതെ ചെയ്തതായിരുന്നു. പക്ഷേ ഞാൻ ഓർത്തില്ല നിങ്ങളെ കാണിക്കുമെന്ന്. അപ്പം നമ്മൾ ഡബ് ചെയ്യുവാണ്. നമ്മൾക്ക് മൈക്കില്ലാത്തതിൻ്റെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇവിടെ ഇതൊരു സംഭവമാണ്. അതെന്താണെന്ന് എനിക്കറിയത്തില്ല. അത് അവിടെ നിൽപ്പുണ്ട്. നമുക്കിപ്പോൾ ഇറങ്ങാറായിട്ടുണ്ടായിരിക്കും. എനിക്കറിയത്തില്ല. അത് ഇറങ്ങാറായിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ആ കമ്പിയുടെ ഇടക്കൂടി തലയിട്ട് വെച്ചേക്കുന്നത്. ഞാൻ ഓർത്ത് ഫോട്ടോ എടുക്കുമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ തലയിട്ട് നോക്കുന്നത്. അതുകൊണ്ടോ അവിടെ ഇവിടെയൊക്കെ നോക്കുന്നുണ്ട്. അതൊന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടുമാണ്. ഇതുണ്ടോ, അവിടെയൊക്കെ ഒത്തിരി ഫ്ലാറ്റ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഒരു വട്ടമെങ്കിലും മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. നല്ല രസമില്ല മെട്രോയിൽ ഒത്തിരി ഫ്ലാറ്റൊക്കെ കിടണം. ഇങ്ങനെ എൻ്റെ മെയിൻ പരിപാടി ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിരിക്കണതാണ് കേട്ടോ. അല്ലെങ്കിൽ ബോറടിക്കും. അപ്പോൾ നമ്മൾ ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. അപ്പോഴത്തേക്ക് ഞാൻ ഒക്കെ കാണിക്കുന്നുണ്ട്. ഞാൻ ഇങ്ങോട്ട് ഇറങ്ങാമെന്നായിരുന്നു ഓർത്തത് കേട്ടോ. പക്ഷെ ഞാൻ ഇറങ്ങണത് ഓപ്പോസിറ്റാണ് ഇറങ്ങേണ്ടത്. പക്ഷെ അതിൻ്റെ ഓപ്പോസിറ്റാണ് ഞാൻ ഇറങ്ങിയത്. പക്ഷെ ഇറങ്ങിയില്ല കേട്ടോ. അതിനുമുമ്പ് തന്നെ ഞാൻ വേഗം പോയി ഇറങ്ങി. എന്നെ പിടിച്ച് വലിച്ച്. എല്ലാവരും ഞാൻ അപ്പുറത്തൂടെ ഇറങ്ങിപ്പോയനെ. വാല തുറക്കത്തില്ല. അപ്പോൾ നമ്മൾ എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഞാൻ ഇറങ്ങാൻ പോവാണ്. ഇറങ്ങി. നമ്മൾ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയിട്ടുണ്ട്. അതിൻ്റെ സന്തോഷമാണ്. കുറേ നേരം ഇനി ബസ്സിലിരിക്കണമല്ലോ എന്ന് ഓർത്തിട്ടൊരു സങ്കടം. അപ്പോൾ ഇതേ ഗൈസ്, ഞാൻ ആണെങ്കിൽ എസ്കലേറ്ററിൽ കയറുവാണ് കേട്ടോ. ഇതൊന്നും അതിലൂടെ ഞാൻ ഇറങ്ങിപ്പോയി നിങ്ങളെ കാണിക്കാൻ വേണ്ടി തിരിച്ച് കയറി വന്നതാണ്. അവിടെ അല്ലാണ്ട് ഇറങ്ങണ എസ്കലേറ്റർ ഇല്ല കേട്ടോ. ഞാൻ ഇനി വീണ്ടും ഇറങ്ങിപ്പോകും തിരിച്ച്. ഇതിനിടയ്ക്കാണ് ഒരു സംഭവം ഉണ്ട്. അതിൻ്റെ ഇടയ്ക്കൊണ്ട് കാലിടുമ്പോൾ നല്ല രസമാണ് കേട്ടോ. നിങ്ങൾ എത്ര പേര് എസ്കലേറ്ററിൽ കയറിയിട്ടുണ്ടെന്നും കൂടി കമൻറ്റ് ചെയ്യണം. ഇപ്പം ഞാൻ അവിടുന്ന് വീണ്ടും തിരിച്ചിറങ്ങി വരുവാണ്. പൊക്കത്തുനിന്ന് കയറിയിട്ട് ചുമ്മാ കയറി വരുക കേട്ടോ. ഇത് കണ്ടോ ഗൈസ്, നമ്മളിവിടെ പുൽക്കൂടൊക്കെ ഉണ്ടായിട്ടുണ്ട്. നല്ല രസമുണ്ട്. ഞാൻ അതിനിടയ്ക്ക് ഓരോരോ വികൃതി കാണിക്കുന്നുണ്ട്. ക്രിസ്മസ് ട്രീയിലൊക്കെ പിടിച്ച് നോക്കുവാണ് എന്താണെന്ന്. പൊട്ടിപ്പോയാൽ ഞാനൊന്നും അല്ല കേട്ടോ. നിങ്ങൾ കണ്ട കേസ് കൊടുക്കല്ലേ. അവിടെ കുഞ്ഞ് ചെണ്ടയൊക്കെ ഉണ്ട്. ഞാൻ അതിൽ കൊട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ഓർത്ത് പൊട്ടിന്ന്. നല്ല രസമുള്ള പുൽക്കൂടല്ലേ ഇത്. ഞാനാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ലിഫ്റ്റിൽ കയറിയിട്ടാ. ഇവിടെയാണ് എന്നെപ്പോലെ തന്നെ ഒരു കണ്ണാടി ഉണ്ട്. ഇത് ഞാനാണെന്നാണ് ഞാനിപ്പോൾ പറയുന്നത്. അപ്പോൾ നിങ്ങളെ സൗണ്ട് കേട്ടില്ലെങ്കിൽ ഒന്നും പറയണ്ട. എന്താണെന്ന് വെച്ചാൽ മൈക്ക് എടുത്തില്ല കേട്ടോ. നമ്മൾ ഇറങ്ങിയിട്ടോ മെട്രോ സ്റ്റേഷനിൽ നിന്ന്. ഇതെന്ത് വഴിയായത്? കാടാണോ ഇത്? ഒരു പൂച്ചക്കുഞ്ഞ് കയറിയാണ് ഒറ്റ. അതാണ് കേട്ടോ നമ്മുടെ റെയിൽവേ എന്തുവാ ബസ് സ്റ്റാൻഡ്. അതായത് നമുക്കിനി ബസ് സ്റ്റാൻഡിലേക്ക് ഉള്ള യാത്ര. ഗൈസ്, അവിടെ നോക്കി, അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഇവിടെയാണ് കേട്ടോ. ഞാനതുകൊണ്ട് കല്ലിൻ്റെ പൊക്കത്തൂടെയൊക്കെ ചാടി കയറിയ കോടിയൊക്കെയാണ് വരുന്നത്. എനിക്കിത് കാണുമ്പോൾ സ്പൈഡർമാൻ ഓടിയാണ് മനസ്സിൽ വരുന്നത്. ഇത് കണ്ട ചാടി അവിടെ ഒട്ടും വഴിയില്ല. എങ്ങാനും മറിഞ്ഞ കല്ലേച്ച് നടക്കും. അപ്പോൾ നമ്മളിനി ബസ്സിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി നിർത്തുവാണ് കേട്ടോ വീഡിയോ. എന്താണെന്ന് വെച്ചാൽ ഇനിയും പറയാൻ നമ്മൾ
ഇതും എടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തോടെ നിർത്താണ്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്. ബൈ.